കടിക്കുമ്പോൾ ഇങ്ങനെ തേനൊലിക്കുന്ന തേൻ മിഠായികൾ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മുടെ തേൻ മിഠായിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി അരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയല്ല, ഇഡ്ഡലി അരി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അത് ഒരു 3 മണിക്കൂർ കുതിർക്കാനായിട്ട് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് തിക്കായി പോകരുത്. ഒരു ദോശമാവ് പരുവത്തിലുള്ള മാവാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും. അത് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 തുള്ളി കളറും കൂടെ ചേർക്കാം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ള കളറിലുണ്ടായിരുന്ന ബാറ്റർ നല്ല റെഡ് കളറിൽ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും വരുന്നത് പോലെ കട്ടയൊന്നും കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു റിയാക്ഷൻ വരാൻ വേണ്ടിയിട്ട്. ഈ സമയത്തിന് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. പഞ്ചസാര പാനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് നല്ല പോലെ ഒന്ന് പാനിയാക്കിയെടുക്കാം. പഞ്ചസാരയെല്ലാം അലുത്ത് പാനിയായി വരുന്നുണ്ട്. ഒരുപാട് ഈ ഒറ്റ നൂൽപ്പരവും അങ്ങനെയൊന്നും ആവണ്ട. എല്ലാം ഒന്ന് അലുത്ത് വന്നാൽ മതി. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തേൻമിഠായി വറുത്ത് ഇതിനകത്ത് ഇടുമ്പോൾ ചെറു ചൂടെങ്കിലും നമ്മുടെ പാനിക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ തേൻമിഠായി ആ പാനി അബ്സോർബ് ചെയ്യത്തില്ല. ഇത് നമ്മളുടെ പഞ്ചസാര പാനി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് വറുത്തെടുക്കാം. നമ്മളുടെ ബാറ്റർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക്. നല്ലപോലെ പൊങ്ങി നമുക്ക് ബോൾസ് പോലെ വരും. ഇതിന് നമുക്ക് ചൂടായിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നല്ലപോലെ കുതിർന്ന് വീർത്ത് വരണം. ഇത് നമ്മളൊരു 10 മിനിറ്റ് പഞ്ചസാര പാനിക്കകത്ത് ഇട്ടിട്ട് നമ്മളിതുപോലെ പൊടിച്ച പഞ്ചസാരക്കകത്ത് ഒന്ന് റോൾ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ സൂപ്പർ ഈസി ടേസ്റ്റി തേൻ മിഠായി റെഡി.